സംഭവം എന്ന് പറഞ്ഞാൽ 14th സെഞ്ച്വറിയിൽ ഷെർവൻഷാ ഡൈനാസ്റ്റിയിൽ പണിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ സ്നേക്സും സ്കോർപ്പിയോൺസും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് എഴുതി വെച്ചേക്കുന്നത്. മോഡേൺ ആർക്കിടെക്ചറിനെക്കാട്ടിലൊക്കെ ഇത് കുറച്ചുകൂടി ഹിസ്റ്ററി 14th സെഞ്ച്വറി എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം മുമ്പല്ലേ, എത്രയും സെഞ്ച്വറീസ് മുമ്പുള്ള പണിയിപ്പിച്ചതായിരിക്കും. കൂടുതൽ പിന്നെ നമുക്ക് ചോക്ലേറ്റ് എടുത്ത് തന്നു. നമ്മളെ പിടിച്ചു വയ്ക്കുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ, പക്ഷെ സുഖ സാധനം. ஏற்பாடு ஓப்பன் பண்ணி கொடுக்குறாரு. எங்கேயாவது எங்களை வந்து பிடிச்சிட்டாங்கன்னா எனக்கு பயமா இருக்கு சார். ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ഡേ ഇൻ അസർബൈജാനാണ്. നമ്മളിപ്പോൾ ബാക്കുവിലാണ്. നമ്മൾ ഇവിടുന്ന് ഇന്നൊരു ലോങ് ജേണി പോകാൻ പോവാണ്. ഷേക്കി എന്ന് പറഞ്ഞൊരു സ്മോൾ ടൗണിലോട്ടാണ്. ഏതാണ്ട് 2700 പരം വർഷങ്ങളുടെ ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലമാണ് ഈ ഷേക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ, 5 മുതൽ 6 മണിക്കൂർ യാത്രയാണുള്ളത് ബാക്കു നിന്ന് ഈ ഷേക്കിലോട്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ 7:15. നമ്മളിത് പതുക്കെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അസർബായ് വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അസർബായ് രാവിലെ തന്നെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇന്ന് ശരിക്കും ഭയങ്കര നല്ല ദൂരമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇതിന് പോകുന്നതിന് മുമ്പേ ഓൺ ദ വേയിൽ നമ്മൾ 2-3 വില്ലേജസിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. കിഷ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 വില്ലേജൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മൾ ഈ സ്ഥലം കുറച്ച് എന്താണ് ഒരു ആൻറ്റിസിപ്പേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ കയറാൻ പോകണേ. പുള്ളി എനിക്ക് കുറച്ച് ഇവിടുത്തെ അസർബൈജാനി ലാംഗ്വേജ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. Nijasa means how are you? Jaza means fine, I'm fine. കുറച്ച് അത്യാവശ്യത്തിനൊക്കെ ഉള്ളൊക്കെ പുള്ളി എനിക്ക് ഇന്നലെ കുറേ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ, ഇവിടുത്തെ നമ്മുടെ ഈ പണ്ടത്തെ ഈ സിൽക്ക് റോഡ് ഉണ്ടല്ലോ, അതായത് ഈസ്റ്റിനെ വെസ്റ്റിനെ കണക്ട് ചെയ്യുന്ന അന്നത്തെ ഈ ട്രേഡിങ്ങും അന്നത്തെ കാലത്ത് കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു വഴിയാണ്. ഇതൊക്കെ ഈ വഴി കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഷേക്കി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ഉള്ള ഒരു സ്മോൾ ടൗണും കൂടെയാണ് കേട്ടോ. അപ്പം അവിടെ ഒരുപാട് പാലസസും അതേപോലെ അന്നത്തെ ഷെരാവൻ കിങ്സിൻ്റെ കുറേ പാലസസും കാസൽസും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. പിന്നെ മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്വീറ്റ് ഹൗസസ്, പിന്നെ ക്രാഫ്റ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ചെറിയ മാർക്കറ്റുകളൊക്കെ അവിടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്വീറ്റ് ഹൗസിൽ പോയിട്ട് എനിക്ക് ബക്ലാവ, അവിടുത്തെ ഒരു സ്പെഷ്യൽ ബക്ലാവ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. നല്ലതായിരിക്കും തോന്നുന്നു. ഇന്നലത്തെ ഡോണറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ Kürdemir, ഓക്കെ Gebele, Oğuz, ഷേഖി. ഓക്കെ. എങ്ങനെയാണ് റൂട്ട് എന്നാണ് പറഞ്ഞത്? ഷമക്കി, ഗബാല, പിന്നെ അതിനിടയിൽ കുറേ പുള്ളി പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അത് പിന്നെ ലാസ്റ്റ് ഷേഖിയിലെത്തും എന്നാണ് പുള്ളി പറയുന്നത്. അത് ഓൺ ദ വേ ആണ് ഗബാലൊക്കെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന ഷേഖി ശരിക്കും പറഞ്ഞാൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഷേഖി ഖാൻ പാലസ്, അവിടുത്തെ ഹെറിറ്റേജും പിന്നെ അതേപോലത്തെ കൾച്ചറും ട്രഡീഷനൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുനെസ്കോ ഹെറിറ്റേജ് വേൾഡ് സൈറ്റ് അതിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്പോട്ടാണ്. അത് ഓൺ ദ വേയിൽ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തൊരു ബ്രേക്ക് എടുത്ത് ഒരുപാട് നേരമായിട്ട് പുള്ളി ഡ്രൈവ് ചെയ്യുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ ഷമാക്കി എത്താറായിട്ടോ, നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്താറായി. ഇത് ആ ദൂരെ കാണുന്ന ടൗണാണ് ഷമാക്കി. നമ്മളിവിടെ ഓൺ ദ വേയിലൊരു കോഫി സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല സ്ഥലമാണ് ഈ സ്ഥലം. ഇത് മാത്രമേ ഉള്ളൂ ഓൺ ദ വേയിൽ. നമ്മൾ കുറേ കിലോമീറ്റേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കടയില്ലായിരുന്നു. കുറേ ദൂരം ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു കട മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇത് നല്ല സെറ്റപ്പായിട്ട് ഒരു ഇൻറ്റീരിയർ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കുക ടർക്കിഷ് കോഫിയും നമ്മളൊരു ഗ്രീൻ ടീം പറഞ്ഞു. കുറേ നേരം ഓടിച്ചു വന്നിട്ട് സ്ലീപ്പി കോഫി കുടിച്ചാൽ ഓക്കെ ആവണം. ഈ കഫേയുടെ അകത്തുനിന്ന് ഒരു കിടിലം വ്യൂ ഉണ്ട് ആ സിറ്റിയിലോട്ട്. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇവിടെ ഇരുന്ന് കോഫി കുടിച്ചിട്ട് ആ വ്യൂവിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും അല്ലേ? ഇവിടുത്തെ നമ്മുടെ ഐറ്റിനറിയിലുള്ള ഒരു സൂ ഉണ്ട്, അൽപാക്ക സൂ എന്നൊരു സൂ ഉണ്ട്.
അത് 10 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. അപ്പം നമ്മളെ വേറൊരു ടെമ്പിൾ ഓഫ് ലിവിങ് ഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകാന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. പോകുന്ന വഴിയുണ്ടോ, ഇതാണ് ഈ സിറ്റി, ഈ ചെറിയൊരു ടൗൺ. ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ അതിനകത്ത്. നമ്മൾ ടൗണിലോട്ട്, മെയിൻ റോഡിൽ നിന്ന് ആ ചെറിയ ടൗണിലോട്ട് കയറി. ഇവിടെയൊക്കെ വീടുകളാണ്. ബ്രിക്ക് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ബ്രിക്കൊക്കെ അതിന് കൂടി അത് കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുക. അതിൻ്റെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ പട്ടിയും പട്ടിക്കുട്ടികളും 2-3 സ്ട്രേ ഡോഗ്സ് ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ വേറെ സിറ്റിയിലൊന്നും ഇതേപോലെ സ്ട്രേ ഡോഗ്സിനെ കണ്ടില്ല കേട്ടോ. ഇത് ചെറിയൊരു ടൗൺ ആയതുകൊണ്ടാണ് ഇതൊന്നും സ്ട്രേ ഡോഗ്സ് ഒക്കെ ഉള്ളത്. ഓ നൈസ്. അതെനിക്ക് ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഏതോ ഒരു സംഭവം കേട്ടോ. കുന്നിൻ്റെ താഴത്ത് ഇത് സംഭവം കേട്ടോ. ദിരിബാബ ടൂംബാണ് സംഭവം. ഇതും 9 മന്നത്താണ്. 9 മന്നത്താണ് ഒരാൾക്ക് പെർ ഹെഡ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നടന്ന് ആ കുന്നിൻ്റെ താഴെ ഇതൊരു ചെറിയൊരു ഇവിടെ സ്നേക്സും സ്കോർപ്പിയോൺസും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. ഇതൊരു മലയുടെ താഴത്തിലൊരു ചെറിയൊരു എന്താ ഒരു സ്ട്രക്ചർ, അതിനകത്താന്ന് തോന്നുന്നു ഈ ടൂംബ് ഉള്ളത്. ഓക്കെ, ദിരിബാബ ടൂംബ്. എനിക്ക് തോന്നുന്നു ഇതൊരു ടെമ്പിൾ പോലത്തെ സംഭവമാണ്. ടെമ്പിൾ ഓഫ് ലിവിങ് ഗോഡ് സംഭവം എന്ന് പറഞ്ഞാൽ 14th സെഞ്ച്വറിയിൽ ഷെർവൻഷാ ഡൈനാസ്റ്റിയിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇത്. ശരിക്കും ലിവിങ് സെയിൻറ്റിൻ്റെ ഒരു ബെറിയൽ ആണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു കൾച്ചറൽ ഒരു സ്ട്രക്ചറാണ്, ഒരു പ്ലേസാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പിൽഗ്രിമേജ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിന് 2 ഫ്ലോറായിട്ടാണുള്ളത്. മുകളിൽ ഇത് ഇവരുടെ നമ്മുടെ ലിവിങ് സെയിൻറ്റ് എന്ന് പറയുന്നത്, അതായത് ലിവിങ് ടോം, ഒരു സൂഫി സെയിൻറ്റിൻ്റെ ഒരു ബെറിയൽ ഇതിനകത്തുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും ഒരു ക്ലിഫിൻ്റെ താഴെയാണ് ഈ ബിൽഡിംഗ് അവർ പണിയിപ്പിച്ചിരിക്കുന്നത്. ഷെർവൻഷാ ഡൈനാസ്റ്റിയിലാണ് ഇത് പണിയിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽസ് ഇവരുടെ ബിലീഫ് എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് ആ ഒരു സെയിൻറ്റിൻ്റെ റിമൈൻസ് അതിപ്പോഴും ഇതിനകത്ത് ബെറിഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ പടി നമുക്ക് കയറാനുണ്ട്. കയറി ഇതിൻ്റെ മുകളിൽ പോകണം. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക് ബിലീഫുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ക്ലിഫാണ് ശരിക്കും. താഴെ ഈ ടൂമ്പുള്ളത് കുറച്ച് ഡ്രൈ ഏരിയയാണ് ഇവിടെ. തൊട്ടടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ട്. വേണ്ട, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1402 ിലാണ് ഇത് പണിയിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ടെമ്പിൾ. ഷൂസ് പ്രോബ്ലം. ഓക്കെ, ഇതിനകത്തോട്ട് കയറാൻ പറ്റും. കുറച്ച് കയറ്റമുണ്ട്. ഓക്കെ. ഇത് അന്ന് സെയിൻറ്റ് ഇരുന്ന് താമസിച്ചിരുന്ന ചെറിയ റൂംസൊക്കെയാണ്. ഇതിനകത്തൊരു മെത്ത പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്, ഒരു കാർപ്പറ്റ്, പിന്നെ പില്ലോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരു കുത്തലുള്ള കേട്ടോ തല തട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. നമ്മൾ പതുക്കെ വേണം ഇതിനകത്തോട്ട് കയറാൻ. നല്ല സ്റ്റീപ്പാണ്, നല്ല കുത്തന കയറ്റുക. നൈസ്. ഇത് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമായിരിക്കും. ഇവിടെ സണ്ണൊക്കെ കിട്ടുന്ന ഇവിടെ ഇസ്ലാമിക് അതിൻ്റെ കുറേ കാവിങ്സ് ഒക്കെ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റൂഫിലും വാളിലും ഒക്കെ. ഓക്കെ, ഇവിടെ എല്ലാവരും ഒരു കുത്തന കയറ്റം കേട്ടോ. ഓക്കെ, വീണ്ടും നമ്മൾ അതോട്ട് പോവാണ്. ഇവിടെ ഖുറാനാണെന്ന് തോന്നുന്നു. അതെ, ഖുറാൻ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിത് ഇവിടെ നിന്നായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സൂഫി സെയിൻറ്റ്. ഇവിടെ നിന്ന് കണ്ടോ ഖുറാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴും അതേപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടുത്തുകാരുടെ ഒരു ദൈവം ആയിരുന്നിരിക്കണം. ചെറിയൊരു ഇങ്ങോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല. ഇതൊരു നെറ്റ് വെച്ച് മറിച്ചിട്ടിരിക്കാം. ഗിരീസ് ഖാദാഗഞ്ചർ ഇവിടെ. ഇത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും ഇതിനകത്ത് ഇത്രയും കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ഒരു തണുപ്പുണ്ട് കേട്ടോ. ഒരു ചൂടൊന്നുമില്ല. പുറത്ത് നമ്മൾ വരുന്ന വെയിലുണ്ടെങ്കിലും
ഓ ഓക്കെ, ഇതുവഴി പാമ്പ് വരുന്നാണ് പറയുന്നത് കേട്ടോ. പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേളിൽ നിന്ന് പാമ്പ് താഴോട്ട് ഇറങ്ങും. ഓ എനിക്ക് തോന്നുന്നു ഇത് ക്ലിഫാണല്ലോ, മേളിൽ ഒരു മൗണ്ടൈൻ്റെ അവിടുന്ന് ക്ലിഫാണ് താഴോട്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇവിടെ നെറ്റ് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് പാമ്പ്, അതുകൊണ്ടാണ് നെറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, ഗുഡ്. എന്നുവെച്ച് അതുവഴിയാ പാമ്പ് വരും சொன்னாரு. ഓക്കെ, പുള്ളിക്കാരൻ പറയുന്നത് അതിൻ്റെ അതുവഴിയൊക്കെ പാമ്പ് വരുന്നാണ് പറയുന്നത്. ഓ, ഇത് നല്ല ഹൈറ്റ് ഉള്ളൊരു റൂഫുണ്ട്. ആണോ, അതിനകത്താണ് നമ്മൾ ആ ഖുറാനിരിക്കുന്നത്, അതിനകത്താണ്. ഓക്കെ, നൈസ് അല്ലേ? ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇവരുടെ ഈ വില്ലേജുകാരുടെ ഒരു ബിലീഫുമായിട്ട് ബന്ധപ്പെട്ട ഒരിതാണ്. ഇതുകൊണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് നയൻ മന്നത്താണ്. എനിക്ക് നമ്മൾ മറ്റിടത്തൊക്കെ പോയി ഒരു മോഡേൺ ആർക്കിടെക്ചറിനെക്കാളിലൊക്കെ ഇത് കുറച്ചുകൂടി ഹിസ്റ്ററി 14th century എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം മുമ്പല്ലേ, എത്രയും സെഞ്ചുറീസ് മുമ്പുള്ള പണിയിപ്പിച്ചതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ ചെറിയ വിള്ളലൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ പക്ഷെ ഇത്രയും കാലമായിട്ട് ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കണം. ഓ നൈസ്, നല്ലൊരു തണുത്ത ഒരു ഫീലാണ് കേട്ടോ ഇതിനകത്ത്. ഒരു ചൂടൊന്നുമില്ല, ഭയങ്കര തണുത്ത ഫീലാണ്. അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും ചെറിയൊരു സംഭവം, നല്ല കുത്തനുള്ള ഇറക്കവും കൂടിയാണ്. പിടിച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ, അതൊക്കെ ഇറങ്ങിയാൽ മതി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നു അതിനകത്ത് വരുമ്പോഴത്തേക്കും, കാരണം അല്ലെങ്കിൽ നമുക്കിത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുവരെ പിന്നെയും കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ഹൈറ്റുള്ള പടികളാണ്. നമ്മളിവിടുന്ന് ഈ ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി മുകളിലോട്ടുണ്ട്. എനിക്ക് ഇതിനകത്തും നമ്മുടെ അവിടത്തേക്ക് സമാധി ഇരിക്കുമല്ലേ, അതേപോലത്തെ എന്തെങ്കിലും ഇതായിരുന്നു ഇരിക്കുന്നത്. കുറച്ച് പടി മുകളിലോട്ടുണ്ട്. ആ ക്ലിഫിൻ്റെ മുകളിൽ വരെ നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പടി ഇട്ടിട്ടുണ്ട്. ഇവിടെ അധികം ടൂറിസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ പാമ്പുകളെ കൊണ്ടെന്ന് പറയുന്നുണ്ട്, ഒക്കെ പൊത്ത കാണുന്നുണ്ട് ചെറിയ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഫുൾ ഡ്രൈ ഏരിയ ആണ്, പക്ഷെ എന്നാലും ചൂട് ഭയങ്കരമായിട്ടില്ല. ഓ, ഇതിനകത്തോട്ടൊക്കെ ഗുഹ ഉണ്ട് കേട്ടോ. സുഭാഷേ, ഓ ഇതിനകത്തോട്ട് ഫുള്ള് ഗുഹയാണ് കേട്ടോ. ഓ ഇത്രേ ഉള്ളൂ, ഇവിടെ ഇത്രേ ഉള്ളൂ. இது மனிதனோடுக்குள்ள இது மனித காதல் அல்ல, അതെയും താണ്ടി പുനിതമാനത്. നമ്മുടെ ഗുണാക്കേവിൻ്റെ ഒക്കെ ഒരു വേറെ ലെവൽ, കുറച്ച് ഹൈറ്റിലിരിക്കണം ഗുണാക്കേവ്. ഓക്കെ, കൊള്ളാം, നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് ഗുണാക്കേവ് പോലത്തെ അസർബൈജാനിലെ ടെമ്പിൾ ഓഫ് ലിവിങ് ഗോഡ്, ഇത് സൂഫി സൈറ്റ്. ഓ, ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. ഇനി വന്നാലെങ്കിലൊക്കെ നമ്മളവിടെ പ്രിയ ലവ്സ് അർജുൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ആരെങ്കിലും എഴുതി വെച്ചാണെന്ന് പറഞ്ഞൂടെ. പക്ഷെ ഇതൊക്കെ നമ്മൾ മറ്റേ ഏൻഷ്യൻ ടൈംസിലൊക്കെ കൊത്തി വെച്ചേക്കുന്ന കാവ്യസ് പോലെയില്ലേ, ഇതൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞൂടെ കേട്ടോ. എന്തായാലും ഇതിന് നല്ല പഴക്കമുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ ഇതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഉള്ളതാണെന്ന് പറഞ്ഞൂടെ. എന്തായാലും നമുക്ക് പതുക്കെ താഴോട്ടിറങ്ങാം. മുകളിൽ നിന്ന് നമുക്ക് ആ ഷെമാക്കി ടൗണ് ഫുള്ള് കാണാം. അവിടെ ഒരു വലിയ അസർബൈജാൻ്റെ കൊടിയുണ്ട്. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒഴുകി വരുന്നതായിരിക്കും. എനിക്കൊന്ന് ഡ്രിങ്കബിൾ വാട്ടറാണ് കേട്ടോ. പുള്ളി നമുക്ക് എടുത്ത് കുടിക്കാൻ ഭയങ്കര നല്ല തണുപ്പായിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം. ആ കുറച്ച് ഉപ്പ് രസമുണ്ട്, പക്ഷെ കൊള്ളാം. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ടൂമ്പിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു പോകാം, അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഷമാക്കി ടൗണിനകത്തോടുള്ള വഴിയാണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞു ടൗണാണ്, പക്ഷേ ആ റോഡൊക്കെ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് വെച്ചേക്കാണ്. നടുക്ക സ്ട്രീറ്റ് ലാമ്പൊക്കെ കൊടുത്ത്. സ്പീഡൊക്കെ കുറവാണ്, ഇവിടെ 60-ലേ പോകാവൂ. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ കുഞ്ഞു ടൗണുകളിലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇവർ
സൈഡിലൊക്കെ ഗാർഡനും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. നല്ല കാറ്റ്, ഓഹോ, നല്ല തണുത്ത കാറ്റ്, സൂപ്പർ. നമ്മൾ അടുത്ത് പോകാനുള്ളത് അൽപ്പാക്ക സൂ ആണ്. അൽപ്പാക്ക ഒരു സൂ ആണ്. അവിടെ ഒരു ഷീപ്പ്, ഒരു ടൈപ്പ് ഓഫ് ഷീപ്പ് ഉണ്ട്, ഇങ്ങനെ കഴുത്തൊക്കെ നീട്ട ഷീപ്പ്. പക്ഷെ അവിടെ പോകാനായിട്ട് പെർ ഹെഡ് 35 മന്നത്താണ്. അപ്പം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങളെ ചോദിച്ചപ്പം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വർത്ത് എന്നാണ് പറയുന്നത്. 35 മന്നത്തിന് ജസ്റ്റ്, അതായത് ആ ആടുകൾക്ക് ഇത് തീറ്റ കൊടുക്കണത് മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഒന്നും അവിടെ കാണാനില്ല. അപ്പോൾ പുള്ളി പറയുന്നത് അത്ര വേർത്തല്ല എന്ന് പറഞ്ഞത്. പക്ഷെ പകരം നമുക്ക് വേറൊരു മാർക്കറ്റ്, ഇവിടെ ഖയാലി എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അസർബൈജാനിലുള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് വന്നേക്കുന്നത് ഓൺ ദ വേ ടു ഷെയ്ഖിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്, ഖയാലി സൂപ്പർ മാർക്കറ്റ്. ഇപ്പം പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റ്, ഖയാലി സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ബാക്കൂർ സിറ്റിയിലൊക്കെ കണ്ട പോലത്തെ ബ്രാവോ ഇല്ലെങ്കിൽ അറസ്, പിന്നെ ബാജാർ സ്റ്റോർ, അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ചീപ്പായിട്ട് ഇവിടെ സാധനം കിട്ടുന്നതാണ് തോന്നുന്നത്. ഇവിടെ ഓട്ടോക്കാനൊക്കെ നല്ല ചീപ്പാണ് കേട്ടോ. നമ്മളടുത്ത പഴയ ബിഗ് ബസാറൊക്കെ പോലെയാണ് തോന്നുന്നു. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. ചോക്ലേറ്റ് എവിടെ നിന്നാണ് വന്ന ഉടനെ, ചോക്ലേറ്റ് എവിടെ നിന്നാണ് ശ്വേതയുടെ ശ്വേതയുടെ അനിയന് ചോക്ലേറ്റ് മേടിക്കണം. വന്നപ്പോഴേ ചോദിച്ചത് ചോക്ലേറ്റ് മേടിക്കണമെന്ന്. ഓ, ഇവിടെ ഫുൾ, ഇത് ഫുൾ ചോക്ലേറ്റ് കേട്ടോ. ഇവിടെ പുള്ളി നമുക്ക് ചോക്ലേറ്റ് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ എടുത്തു തന്ന്. ഇവിടെ ഒന്നും പറയില്ലാന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി ആ മുട്ടായി നമുക്ക് എടുത്തു തന്നു ടേസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ട് നമ്മളിട്ട് കഴിച്ചു. അരിയൊക്കെ ഉണ്ട് കേട്ടോ, അരി, പച്ചക്കറി എല്ലാം ഉണ്ട് ഇവിടെ, എണ്ണ. പുള്ളിതാ പിന്നെ നമുക്ക് ചോക്ലേറ്റ് എടുത്ത് തന്നു. നമ്മളെ പിടിച്ചു വയ്ക്കുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ സുഖ സാധനം, നമ്മുടെ പഴയ ബബിൾ ഗം ഇല്ലേ, അതിൻ്റെ ഒരു മുട്ടായി വെർഷൻ. ഒന്ന് 10 മന്നത്താ, ഒന്നിട് 3 ലെയർ, അതിൻ്റെ മുകളിൽ 2 സ്ട്രോബെറിയുടെ ബബിൾ ഗമ്മിൻ്റെ ആ സാധനം. അടിപൊളി. നമ്മൾ ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ ചോക്ലേറ്റും നമ്മൾ ടേസ്റ്റ് ചെയ്തേ. ഓരോ ചോക്ലേറ്റ് വാങ്ങുകയും ചെയ്തു. പുള്ളി നമുക്ക് ചുമ്മാ പൊട്ടിച്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചുകൊണ്ടിരിക്കുക. എപ്പടി ഇருக்கு? ஏற்பாடு கூப்பன் பண்ணி கொடுக்குறாரு. எங்கேயாவது எங்களை வந்து பிடிச்சிட்டாங்கன்னா எனக்கு பயமா இருக்கு சார். താങ്ക് യു. ഇവിടുത്തെ വില കുറവാണെന്നും പറഞ്ഞത് ഒരു ട്രോളി നിറച്ച സാധനം മേടിച്ചുകൊണ്ട് പോവാണ്. ചുമ്മാ ഇതിൻ്റെ പ്രൈസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അതിന് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിക്കാൻ വേണ്ടി കയറുകയാണ്. നോക്കിയപ്പോൾ ബ്രെഡ്, പിന്നെ ഇവിടുത്തെ മറ്റേ ഫ്രൂട്ട് ലൂപ്സ്, അതേപോലത്തുള്ള സാധനങ്ങളൊക്കെ ഇതാ മേടിച്ച് നിറച്ച് വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ ആക്ച്വലി വില കുറവാണ് കേട്ടോ. ഖയാലി സൂപ്പർ മാർക്കറ്റ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ബ്രാവോയും അല്ലെങ്കിൽ ബജാർ സ്റ്റോറും പോലെയല്ല, കുറച്ചുകൂടി വില കുറവാണ് എല്ലാത്തിനും. എല്ലാ ചോക്ലേറ്റ്സ് வாங்கணும். பெங்களூர்ல பண்ற ஷாப்பிங் இங்க வந்து பண்ணிட்டு இருக்கோம். நாங்க போனதுல இன்ன வரைக்கும் நிறைய இடத்துக்கு போனது சூப்பர் மார்க்கெட் தான். எல்லா ஐ திங்க் வி ஷுட் ஹேவ் டேக்கன் vlog, சூப்பர் மார்க்கெட் vlog, டிஃபரண்ட் சூப்பர் மார்க்கெட் vlog. ബ്രാവോ போனோம், ബസാർ സ്റ്റോർ போனோம், இப்போ കയാല പോയിരിക്കും. ഖയാലി ശരി, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റോർ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു. ഇതും ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഓൺ ദ വേ വേറൊരു സ്ഥലത്തോട്ടായത് കൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാതിരുന്നത്. പക്ഷേ അതിനുള്ളതുകൊണ്ട് ഭയങ്കര ലാഭമാണ് കേട്ടോ. പുള്ളി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലൂസായിട്ട് വെച്ചേക്കുന്ന, അതായത് ഈ ചോക്ലേറ്റ് ലൂസായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത്, അതൊക്കെ എത്ര എടുത്ത് കഴിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഈ ബോട്ടിൽഡ് ഈ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ ബോട്ടിൽഡായിട്ടുള്ള സാധനം പൊട്ടിച്ച് കഴിച്ചാലാണ് പ്രശ്നം. അതേപോലെ ഒരുമിച്ച് വരുന്ന കുക്കീസൊക്കെ, ഒരു ബിസ്ക്കറ്റ് പോലെ വരില്ലേ, ഒരുമിച്ച് വരുന്ന സാധനങ്ങളൊക്കെ വലിയ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിച്ചാലും പ്രശ്നമുള്ളൂ. അല്ലാതെ സിംഗിളായിട്ട് നമ്മൾ, അതായത് ഈ ലൂസായിട്ട് വെച്ചേക്കുന്ന ചോക്ലേറ്റൊന്നും എടുത്ത് കഴിച്ചാൽ ഒരു പ്രശ്നമുള്ളതാണ് പുള്ളി പറയാനായിട്ട്. പുള്ളിക്ക് ഫൈനായി കേട്ടോ. അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പീഡ് ലിമിറ്റ് 60 ആയിരുന്നു. പുള്ളി അത് കഴിഞ്ഞിട്ട് 60ക്ക് മുകളിലാണ് വന്നത്. അപ്പോൾ പുള്ളി പറയായിരുന്നു, ഓർത്തില്ല ഫൈൻ അടിക്കുമെന്ന്. മിക്കവാറും എഴുതി വീട്ടിൽ വരുമായിരിക്കും. ഫൈൻ എത്രയാണോ ആ സൂവിലോട്ട് പോകുന്നില്ല, അൽപ്പാക്ക സൂവിലോട്ട് കയറുന്നില്ല. പകരം നമ്മൾ അതൊന്ന് ചുറ്റിക്കറങ്ങി
പോവാണ്. കാരണം 35 മന്നത്തിന് ഓത്തല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതുവഴി കറങ്ങിയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. പക്ഷെ പോകുന്ന വഴി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ സൂപ്പറായിട്ടുണ്ട്. സൈഡിൽ അല്പൊക്കെ കേട്ടോ. ഓ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ ആ ചെറിയ ഷീപ്പ്. അടിപൊളി സ്ഥലം കേട്ടോ ഇത്. ഓ പഴയ കാറുകളും ചെറിയൊരു ടൗണ്. ഇവിടെ എന്തൊക്കെയോ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. വില്ല പ്രോജക്റ്റ് പോലത്തെ എന്തോ നടക്കുന്നുണ്ട്. ഓ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. ഒരു എന്താ പറയേണ്ടത്, ഒരു സമ്മർ ടൈമിലൊക്കെ ഒരു ഹോളിഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ. ഫുൾ പച്ചപ്പും അതേപോലെ ചെറിയ വുഡ് ഹൗസ് ഒക്കെ ആയിട്ട് അവർ ചെയ്തേക്കുന്ന അടിപൊളി. ചെറിയൊരു ലേക്കും അതുവഴി ചെറിയൊരു സ്ട്രീമോ ആ താഴെ കൂടെ ഒഴുകുന്നുണ്ട്. നമ്മൾ ഗബ്ബാല വഴിയാണ് ഷേക്കിൽ പോകുന്നത്. ഗബ്ബാലയിലെ വൺ ഓഫ് ദി പോപ്പുലർ ടൂറിസ്റ്റ് പ്ലേസ് ആണ് നോഹൂർ ലേക്ക് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ അവിടെയാണ് വന്നേക്കുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. നോഹൂർ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു പോണ്ടും ഉണ്ട്. ഇപ്പോൾ പുള്ളി പറഞ്ഞത് നല്ല രസമാണെന്നാണ് പറഞ്ഞത് പോണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റോ. ഇവിടെ ഫുൾ നോഹൂറിൻ്റെ ഹോട്ടലുണ്ട്. അവിടെ നോഹൂർ ഹോട്ടലിൽ, അവിടെ റെസ്റ്റോറൻറ്റ്, ഇവിടെയൊക്കെ വന്ന് താമസിക്കാം. പിന്നെ അല്ലാതെ ആൾക്കാർ ബസ്സിലും വരുന്നുണ്ട്. കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഒരു പിക്നിക് പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇത് ഭയങ്കര മറ്റേ ചിൽ ഏരിയ അല്ല. നമ്മൾ ഷെറാങ് പോയ പോലത്തെ അങ്ങനത്തെ ചിൽ പ്ലേസ് അല്ല. ചില്ലൊരു അത്യാവശ്യം വെയിലൊക്കെ ഉള്ള നമുക്കൊരു പിക്നിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ഓക്കെ, വിൻ്ററിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സമ്മറിലായതുകൊണ്ട് ഓ ശ്വേത പറയണത് ഇത് ശ്വേത ഏതോ വീഡിയോയിലൊക്കെ കണ്ടത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. കണ്ടിട്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഒരു മലയുടെ താഴെയാണ് ഈ സംഭവം വരുന്നത്. ഇവിടെയൊക്കെ ലോഞ്ച്, ബൊട്ടീക്ക്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ. കോഫി, ടേക്ക് അവേ കുറച്ച് കത്തിയാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് പൈസ കാണും. ഇവിടെ സൈഡിലൊക്കെ അതാ ലേക്ക് വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ്സ് ആണ് ഫുള്ള്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെയും. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ലേക്കിൽ. നോഹൂർ ലേക്കാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. സംഭവം നോഹൂർ ഗോൾ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഫോട്ടോ അതിന് പ്രൈസ് ആയിരിക്കും. അതിനും കാശ് കൊടുക്കണമായിരിക്കും. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കാണാനില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ മലയും പിന്നെ ഈ പുഴയും അത്രേ ഉള്ളൂ. അല്ല പിന്നെ അവിടുത്തെ ലേക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും, മറ്റേ പെഡൽ ബോട്ടിങ് അങ്ങനെ എന്തോ സെറ്റപ്പാണ്, അത് വേണമെങ്കിൽ എടുക്കാം. അതല്ലാതെ വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാമെന്നില്ല. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ക്യൂസീനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ടീ, ഐസ്ക്രീം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞ ഇവിടെ ഭയങ്കര കിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര ഭയങ്കര ഇതായിട്ട് തോന്നില്ല. ഒരു ചെറിയൊരു ലേക്കും ബാക്കിലൊരു മൗണ്ടൻ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം.